ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ കന്നി രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നി രാശി എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരത്തിൻ്റെ ആദ്യത്തെ അവസാനത്തെ മുക്കാൽ ഭാവവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നി രാശിക്കാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 6 അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, 7 രാഹു, 8 ചൊവ്വ സ്വക്ഷേത്രത്തിൽ, 9 അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, ശുക്രൻ, ബുധൻ എന്നിവ അനുകൂലമാണ്. സൂര്യൻ മാത്രം അനുകൂലമല്ല എന്നുള്ളതാണ് പറയുന്നത്. സൂര്യ സാരവശാൽ കുറച്ചൊരു മോശപ്പെട്ടത്, ബാക്കിയുള്ളതെല്ലാം ഇതാണ്. ഇപ്പോൾ മാസത്തിൻ്റെ കുഴപ്പം എന്നാണ് പറയുന്നത്. ഇടവ മാസം അല്ലെങ്കിൽ ഇടവ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ട് സൂര്യൻ. അപ്പോൾ സൂര്യന് പരിഹാരം ചെയ്യണം. സൂര്യൻ എന്ന് വെച്ചാൽ മഹാദേവ, സൂര്യനെ ആസ്പദമാക്കിയിട്ട് തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ട വഴിപാടാണ് ഇത്. ആദ്യം തന്നെ മാസത്തിൻ്റെ ആദ്യം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇളനീര് ധാര അല്ലെങ്കിൽ ജലധാര അല്ലെങ്കിൽ കുടത്തിലുള്ള ധാര, കുടത്തിൽ വെള്ളം എടുത്തിട്ട് ധാര കഴിക്കുന്നത്, അങ്ങനെയുള്ള ധാര ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ്. ആ ധാര കഴിഞ്ഞതിന് ശേഷം കൂവളമാല ചാർത്തി അലങ്കാര പൂജയും നിവേദ്യ പൂജയും ചെയ്യുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ ഉപകാരമാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷം നിങ്ങളുടെ തടസ്സങ്ങൾ, അതായത് മാസം ഈ സൂര്യചാരവശാലുമായിട്ടുള്ള ഇടവ മാസം അത്രയ്ക്ക് അങ്ങനെ ഉചിതപരമായിട്ടുള്ള മാസമല്ല. ആ ഉചിതപരമായിട്ടുള്ള മാസമല്ലാത്തതിനാൽ ഈ പരിഹാരം എല്ലാ ഞായറാഴ്ച ദിവസവും, സൂര്യൻ എന്ന് പറയുമ്പോൾ സൺ എന്നാണ്, അപ്പോൾ സൺഡേ ഞായറാഴ്ച ദിവസം ഈ പരിഹാരം 4 ആഴ്ച ചെയ്യുക, 4 ഞായറാഴ്ച ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരില്ല, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള അനുകൂലങ്ങൾ ഉണ്ടാവും, ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടാവും, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്, വസ്ത്രലാഭം, വാഹന ലാഭം എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്, സ്വർണ്ണാഭരണ മേഖലയിൽ വിജയം സാധിക്കാനുള്ള സാധ്യതയുണ്ട്, തൊഴിൽ മേഖല ഗുണം പിടിക്കാനുള്ള സാധ്യതയുണ്ട്, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്, ഗവൺമെൻറ് ജോലിക്കായി പ്രതീക്ഷിച്ച് അർപ്പിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുണ്ട്, ഗവൺമെൻറ് ജോലിയിൽ തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് തലവേദന പിടിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളെല്ലാം മാറി വരുക അല്ലെങ്കിൽ സമാധാനം കിട്ടുവാനും മെയിനായിട്ട് പറഞ്ഞത്. പ്രത്യേകിച്ച് പറയട്ടെ, ഗവൺമെൻറ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വർക്കേഴ്സുമാർക്കും ഈ പരിഹാരം നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള പറയുന്നത് ഈ മാസത്തിൽ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. കാരണം ഇവിടെ വ്യാഴവും ശനി അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത്, അപ്പോൾ ചാരവശാലുള്ള ഒരു ചെറിയ ദോഷമാണ്, അതിനു വേണ്ടി ചെയ്യണം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കണം. കുടുംബപരമായിട്ട് അനുകൂലപരമായിട്ട് സമയമാണ്. ധനാഗമനം ഉണ്ടാവും, ആകർഷണം ഉണ്ടാവും, ധനപരമായിട്ടുണ്ടാവും, കുടുംബപരമായിട്ട് ഐശ്വര്യം, അഭിവൃദ്ധിയും ഐക്യതയും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനത്തിൽ സൗകര്യങ്ങളുണ്ടാവും, സന്താനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ആവേശം ഉണ്ടാവും, ഉത്കണ്ഠയുണ്ടാവും. അതിനായി തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള സാധ്യത, സന്നദ്ധ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള ധനാസമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖല വളരെ പുഷ്ടിപ്പെടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതയും ദൈവാനുഗ്രഹങ്ങളായി വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. അപ്രത്യക്ഷപരമായിട്ടുള്ള ധനലാഭങ്ങളും നല്ല നേട്ടങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് പരമായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറി ഗവൺമെൻറ് പരമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ള ഇതിൻ്റെ കേസ് വഴക്കുകളെല്ലാം നടക്കുകയാണെങ്കിൽ കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാലും ജൂൺ 15-ാം തീയതിക്ക് ശേഷം കേസ് വഴക്കുകളെല്ലാം അനുകൂല ഭാവത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം നേടുവാനും നേട്ടം കൈവരിക്കുവാനും അത് വിവാഹത്തിൽ ചെന്ന് കലാശിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനും വിവാഹ ആലോചനകൾ സക്സസ് ആകുവാനും വിവാഹാദി കർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ എന്നിവ ഭവനത്തിൽ നടക്കുവാനും ഭവനയോഗം, വാഹനയോഗം എന്നിവയ്ക്കെല്ലാം യോഗവും പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ തീരുമാനിക്കുന്നത് ജൂൺ 15-ന് ശേഷം വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അതുപോലെ ജൂൺ 15-ന് ശേഷം പുതിയ ഭവന നിർമ്മാണത്തിനോ ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ഇടപാട് നടത്തുന്നതിനോ അല്ലെങ്കിൽ വില്ലകൾ വാങ്ങിക്കുന്നതിനോ എല്ലാം ഉചിതപരമായിട്ടുള്ള സാധ്യതയാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും. പുണ്യക്ഷേത്ര ദർശനങ്ങൾ മൂലം മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ചിരകാലകാലമായിട്ട് കുറേ കാലങ്ങളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെല്ലാം പോകുവാനുള്ള സാധ്യതയുണ്ട്. മാതാവിന് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, പിതൃക്കൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, ഗുരുക്കന്മാരിൽ നിന്ന് അനുഗ്രഹങ്ങളും മറ്റുള്ള കാര്യങ്ങളും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള ചില പുതിയ
തൊഴിൽ സംരംഭങ്ങൾ തുറന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ഇരിക്കുന്നവർ നിന്നും പെട്ടെന്ന് ഒരു തലമാറ്റം, പ്രമോഷനോടുള്ള തലമാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും പ്രമോഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ജൂൺ അവസാനത്തോടുകൂടി വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ മറ്റുള്ള കാര്യങ്ങൾ, സ്ഥലമാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവർ കാര്യസാധ്യതകളുണ്ട്. ആരോഗ്യം വളരെ ഗുണകരമായിരിക്കും. കഴിക്കുന്ന മരുന്നുകൾക്കെല്ലാം ഉപകാരപരമായിട്ടുള്ളതുണ്ടാകും. അലോപ്പതി സംബന്ധമായിട്ടും ആയുർവേദ സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്കും ഡോക്ടേഴ്സുമാർക്കും നഴ്സുമാർക്കും ജീവനക്കാർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എയർപോർട്ട് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ജോലി ആവശ്യപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ജോലി തിരഞ്ഞെടുക്കുന്നവർക്കും അതെല്ലാം സക്സസ് ആയിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻറ്റുമാർക്കും അതുപോലെ തന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർക്കും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മരുന്ന് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ഗുണകരമായിട്ടുള്ള ഗുണഗണാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാഗത്തിങ്കിൽ ഒരു 100 പാലും കൊടുക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുന്നത് മൂലം വളരെ മനസ്സിന് ആഹ്ലാദവും ഭാഗ്യവും ധനസംബന്ധം, ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിച്ചവർക്ക്, ഭൂമി വിൽക്കുവാൻ പറ്റാതിരിക്കുന്നവർക്ക്, അതായത് അവനവൻ്റെ ഭൂമി വിൽക്കുവാൻ കുറേ കാലമായി ശ്രമിച്ചിട്ട് നടക്കാത്തവർക്കെല്ലാം ശ്രമങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ ചെയ്തു തരുന്നതാണ്. ഞാൻ പറയുന്ന മാതിരിയുള്ള രീതികളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുറേ കാലങ്ങളായിട്ട്, അതായത് 5-6 മാസമായിട്ട് 1 വർഷമായിട്ടും വിൽക്കാത്ത ഭൂമികളെല്ലാം ചിലപ്പോൾ വിൽക്കുവാനുള്ള സാധ്യത, തുറന്നു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നത് കാരണമാണ് എടുത്തു പറയുന്നത്. ഭാഗ്യവർദ്ധനവുണ്ടാവും. സേനാധിപത്യം വഹിക്കുന്നവർ, മിലിറ്ററി സംബന്ധമായിട്ട്, അതുപോലെ പോലീസ് മേഖലകളിൽ പെട്ടിരിക്കുന്നവർക്ക്, കരസേന, വ്യോമസേന അങ്ങനെയുള്ള പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ജൂൺ 15 ശേഷം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വിദേശ ജോലിക്കായിട്ട് പ്രവർത്തിച്ചിട്ടും പാടുപെട്ടിട്ടും അല്ലെങ്കിൽ ആഗ്രഹിച്ചും കഴിയുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും അതിനുള്ള യോഗം തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. കൊടുത്ത പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ മേഖലകൾ തേടി പോകും തോറും അതിനനുസരിച്ചുള്ള വരുമാന മാർഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തുവാൻ കാണുന്നുണ്ട്. സേവന മാർഗങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള കാണുന്നുണ്ട്. ജൂൺ മാസം പിറക്കുകയാണ്. ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള റിസൾട്ടുകൾ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് വരുന്നതാണ്. അത് കാരണം കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനും അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യങ്ങൾ വരുവാനും സ്ഥാനമാന പദവികളും വിജയ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വളരെ ജാഗ്രതാപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളത് മേലധികാരികളിൽ നിന്നും കിട്ടുകയും അത് പ്രയോജനപ്പെടുത്തുകയും അതിൽ ഉത്തമപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. മഴക്കാലമാണ്, മഴ വർധനവുണ്ടാവും, മഴ ഇഷ്ടംപോലെ ഉണ്ടാവും. എന്നിരുന്നാലും അധിക നാശനഷ്ടങ്ങളൊന്നും വരുത്തില്ല എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ വിഷുഫലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4-5 മാസം മുമ്പ് തന്നെ ഞാൻ വിഷുഫലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം മഴ കൂടുതലായിരിക്കും, മഴ നന്നായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ പ്രളയം വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും 2018 പോലെയുള്ള ആപത്തുകൾ മറ്റുള്ളതൊന്നും വരുവാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും കേരളത്തിനെ പുറത്തുവരയ്ക്ക് മഴക്കാലം എപ്പോഴും ദുരിത വർഷമാണ്. പോയ വർഷം മാത്രം ദുരിതങ്ങൾ ഉണ്ടായില്ല, കാരണം മഴ കുറവായിരുന്നു. അന്നും ഞാൻ ഇതേമാതിരി ഫലപ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴ വളരെ കുറവായിരിക്കും, വെള്ളത്തിന് വേണ്ടി വളരെ ദാഹിക്കുമെന്ന് പറഞ്ഞു. ദാഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വിഷുഫലം കഴിഞ്ഞത് മഴയുണ്ടാവും എന്ന് പറഞ്ഞു. മഴ ഇടവപ്പാതി കഴിഞ്ഞതിന് മുമ്പേ മഴ എത്തി എന്നുള്ളത് തന്നെ അത്ഭുതപരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ദൈവാനുഗ്രഹം മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇടവപ്പാതിക്ക് ശേഷം മഴ ഇഷ്ടമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രളയം മറ്റുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കുവാനും ഒരുപാട് ആളാപായത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയെല്ലാം കണ്ട് ദൈവാനുഗ്രഹം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. കന്നി രാശിക്കാർക്ക് എന്ന് പറയുകയാണെങ്കിൽ 7-ാം തീയതി, അതായത് ജൂൺ 7, 8, 9, 10, 11, 12, 13 ദിവസങ്ങൾ വളരെ അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളാണ്. നിങ്ങൾക്ക് ഉചിതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ദിവസങ്ങളിൽ ചെയ്യാം. ആ ദിവസങ്ങൾ സന്തോഷപരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്ന് തന്നെ പറയാം. അത് വിട്ടുകഴിഞ്ഞാൽ 26, 27, 28, 29, 30 എന്നീ ദിവസങ്ങളും വളരെ ഉത്തമപരമായിട്ടുള്ള ദിവസങ്ങളാണ്. കന്നി രാശിയുടെ അഷ്ടമരാശി കൂറായ മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തിക എന്ന രാശി നക്ഷത്രത്തിൽ വരുന്ന ദിവസങ്ങൾ ആവുന്നതും പല കാര്യങ്ങളും ഒഴിവാക്കുക, മുഹൂർത്ത പ്രായച്ചിത്തം മറ്റുമായിട്ടുള്ള കാര്യങ്ങളും ഉത്തമപരമായിട്ടുള്ളതും ഗുണകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം
അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ഉചിതമാണ്. നക്ഷത്ര വശാൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരം വെച്ചിട്ടാണെങ്കിൽ ഉത്തര നക്ഷത്രക്കാർക്ക് ഗണപതി ഹോമം, അതുപോലെ തന്നെ ശിവനെങ്കിൽ ധാരാവിളക്ക് മാല എന്നിവയും, അത്ത നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച ദിവസം വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും, ചിത്ര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ഭഗവതി സേവ നടത്തുന്നതും വളരെ ഉചിതപരമായിട്ടുള്ളൊരു പരിഹാരമാണ്. അപ്പോൾ കന്നിരാശിക്കാർക്ക് എല്ലാം കൊണ്ടും ജൂൺ 15 ശേഷം വളരെ ഉത്തമപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. നമസ്കാരം.